കഴിഞ്ഞ വർഷം 'സൂപ്പർ ബോയ്സ് ഓഫ് മാലഗാവ്' എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. എനിക്ക് തീരെ വർക്കായില്ല ആ പടം. കാരണം അതിലെ ക്യാരക്ടേഴ്സ്, അതിലെ ഇമോഷൻസ് എല്ലാം ഒരു പാത്തോസ് ഡ്രിവൺ ആയിട്ടുള്ള, വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഫീലായിരുന്നു പേഴ്സണലി എനിക്ക് തോന്നിയത്. ഞാൻ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു ആ കാര്യം. പക്ഷേ ഈ സിനിമ ഒടിടി ഇറങ്ങിയപ്പോൾ പലരുടെയും ഫേവറേറ്റ് പടമായിട്ട് മാറി. അത് മാത്രമല്ല ലെറ്റർബോക്സിൽ ടോപ്പ് 5ലോ ടോപ്പ് 10ലോ എന്തോക്കെ ഈ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജോണറിലുള്ള പടങ്ങളുണ്ടല്ലോ, ഇതുപോലുള്ള പടങ്ങൾ പല ആളുകളിൽ പല വിധത്തിലായിരിക്കും കണക്റ്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തീരെ കണക്ട് ആയിട്ടുള്ള പടമായിരുന്നില്ല 'സൂപ്പർ ബോയ്സ് ഓഫ് മാലഗാവ്'. 'ആശാൻ' എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ സിനിമയെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ 'ആശാൻ' എന്നുള്ള സിനിമയിൽ 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ജോമോൻ ജോർജ് അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണം, അതായത് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു അരമണിക്കൂറൊക്കെയാണ് ഈ സമയം എടുക്കുന്നത്. ഏകദേശം അരമണിക്കൂർ എടുത്താണ് ഈ ക്യാരക്ടറിനെ നമ്മളുടെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നീങ്ങുന്ന ആ ഒരു അരമണിക്കൂർ, ആ ഒരു കടമ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആശാൻ എന്നുള്ള ഇന്ദ്രൻസ് അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടറിലേക്ക് എത്തും. പിന്നീട് സിനിമ സ്മൂത്താണ്. സിനിമയ്ക്ക് ഉള്ളിലെ കഥ പറയുന്ന, ഷൂട്ടിങ്ങിനിടയിൽ നടക്കുന്ന ഒരുപാട് തമാശകളൊക്കെയുള്ള, ഒരു ജാടയുള്ള ഒരു സൂപ്പർ സ്റ്റാർ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ സിനിമയുടെ ഉള്ളിലും ഈ സൂപ്പർ സ്റ്റാറിന്റെ ജാട റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാതെയുള്ള ഒരുപാട് കോമഡി സീക്വൻസ് കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. അതെല്ലാം ബി ഫ്രാങ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്നേക്കും ഒരു ഇമോഷണൽ പ്രോപ്പ് എന്നുള്ള രീതിയിൽ, കാരണം ഈ ഒരു ആശാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ വെച്ച് നമ്മളൊരു ഇമോഷൻ, അതായത് ഒരു സെന്റിമെന്റൽ സീൻ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞറിയിച്ചുകൊണ്ടിട്ടാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് ഇടവേളയ്ക്ക് മുമ്പ് വരുന്നത്. ഇതിന്റെയൊക്കെ മൊത്തം സ്റ്റേജിങ് തന്നെ അങ്ങനെയാണ്. പഴയ ഓൾഡ് സ്കൂൾ സെറ്റപ്പ് തന്നെയാണ്. അതായത് ഇതിന്റെ ഡ്രാമ ഉണ്ടല്ലോ, ഡ്രാമ ഓർഗാനിക് ആയിട്ടൊന്നുമല്ല വരുന്നത്, ഇൻസ്ട്രുമെന്റലൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു സിമ്പതിയൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള, ആ ക്യാരക്ടറിന് അങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സംഭവങ്ങളെല്ലാം മൊത്തത്തിൽ സ്റ്റേജ് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് വരുന്നു. അപ്പോൾ ആയിരിക്കും എല്ലാ സിനിമകളൊക്കെ പോലെ തന്നെ ഓവർ ദ ടോപ്പ് മെലോ ഡ്രാമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇതിന് ഇന്റർവെല്ലിൽ സർപ്രൈസിംഗ്ലി വേറൊരു കോമഡി രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വിചാരിക്കും ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഇനി അങ്ങോട്ടേക്കും നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഷൂട്ടിങ്ങിനിടയിൽ നടക്കുന്ന, പിന്നെ ഈ സൂപ്പർ സ്റ്റാർസ് അല്ലാതെയൊക്കെയുള്ള ഈ ഷൂട്ടിങ്ങിനിടയിൽ നടക്കുന്ന കോമഡിയും കാര്യങ്ങളൊക്കെ ആക്ച്വലി കണ്ടിരിക്കാൻ രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള സെക്കൻഡ് ഹാഫ് എന്തെങ്കിലുമൊക്കെ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. രണ്ടാം ഭാഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറവുകളായിട്ടുള്ള പാത്തോസ് ഡ്യൂൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇമോഷണൽ ഷോർട്ട് കട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഇതിലെ ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, കമൽഹാസന്റെ ഒരു വലിയ ഡയലോഗ് പറയുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അവരെന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ കമൽഹാസന്റെ ആ ഒരു വലിയ ഡയലോഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തിന് നടക്കേണ്ട കാര്യമല്ല തൊട്ട് മുമ്പ് ഇന്റർവെല്ലിന് മുമ്പ് നടന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിങ് ആണ് മൊത്തത്തിൽ. ഇങ്ങനെ ഒരു ഇമോഷണൽ സംഭവം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതൊരു നാച്ചുറൽ ആയിട്ടല്ല അങ്ങ് വന്നിരിക്കുന്നത്. അതാണ് എനിക്ക് ഈ ആശാൻ എന്നുള്ള സിനിമയുടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. തുടർന്ന് അങ്ങോട്ട് വരുന്ന സീക്വൻസുകളെല്ലാം ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ട് ഈ വോക്ക് ആവുന്നതിന് പകരം ഒരു പ്ലാസ്റ്റിക് ഫീലാണ് വരുന്നത്. കാരണം സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള, ഒരുപാട് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകളെല്ലാം ഈ സിനിമയിലുണ്ട്. ഒരു ഫിലിം സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ആശാൻ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നു, നമ്മൾ ഏത് ടൈപ്പ് പോലെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പടമായിരിക്കണോ, അല്ലെങ്കിൽ IFFK പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ സ്ക്രീൻ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അഭിപ്രായം നേടുന്ന പടമായിരിക്കണോ, ഇത്രയും കാര്യങ്ങളെല്ലാം കുറേ ചോദ്യങ്ങളുണ്ടാവും ഈ ഫിലിം സ്റ്റുഡൻസിന്. അപ്പോൾ അവർക്കൊക്കെ കണക്ട് ആവുന്ന കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ജോമൻ ജോദർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ച് ഒരു സിനിമ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ആക്ച്വലി സർപ്രൈസിംഗ്ലി ഈ സിനിമ ഏകദേശം 15-20 മിനിറ്റോളം ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. ആ സിനിമയിൽ കാണിക്കുന്ന വിഷ്വൽ എഫക്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമാണെങ്കിൽ പോലും IFFKയിൽ പ്രദർശിപ്പിക്കുന്ന ആ സിനിമ എന്തിന് ആശാൻ സിനിമ കാണാൻ എത്തിയവർ കാണണം എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രയും സമയം ഈ സിനിമ കാണിക്കാൻ വേണ്ടി നമുക്ക് മുമ്പിലുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ ജോമോൻ ജോദർ എന്തുകൊണ്ടാണ് പുള്ളിക്ക് വരുന്ന മാറ്റങ്ങൾ, ഇത്രയും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ജോമോൻ ജോദറിന്റെ ക്യാരക്ടറും ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന് പറയുന്ന ക്യാരക്ടറും അവരുടെ ക്യാരക്ടർ കുറച്ചുകൂടി നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയങ്ങളെല്ലാം ഈ ഫിലിം സ്കൂളിൽ ഫിലിം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി എന്നുള്ള രീതിയിലേക്കാണ് ഇതിന്റെ സംവിധായകൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അതിലെ ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് തീരെ വർക്കായിട്ടില്ല. കാരണം ആ സമയം മുഴുവൻ പ്രധാന ക്യാരക്ടേഴ്സിന്റെ കോൺഫ്ലിക്റ്റ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആൻഡ് ഇതിന്റെ ടെക്നിക്കൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോൺ പോൾ ജോർജ് തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക്. എനിക്ക് പുള്ളിയുടെ മ്യൂസിക് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഗപ്പിയും അമ്പിളിയും പോലെ തന്നെ ഈ സിനിമയിലെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ സിനിമയുടെ ഡി ഒ പി ചെയ്തിരിക്കുന്നത് വിമൽ ജോസ് തച്ചിൽ. പുള്ളിയുടെ DOP അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ കളറിങ് എനിക്ക് ഇതുപോലെ ഈ മഞ്ഞ ഇങ്ങനെ ഓവറായിട്ട് മുഴച്ച് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു കളറിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് DOP ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറിങ്ങിനോട് എനിക്ക് എതിരഭിപ്രായമാണുള്ളത്. കിരൺ ദാസ് ആണ് ഈ സിനിമയുടെ എഡിറ്റർ.
ജോൺ പോൾ ജോർജിന്റെ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ഡ്യൂറേഷൻ ഉണ്ടാവും. ഇത്രയും ഡ്യൂറേഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ വിരസമാവുന്നുണ്ട്, ബോറടിക്കുന്നുണ്ട്, ലാഗാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫൂട്ടേജ് ഉണ്ടാവും ജോൺ പോൾ ജോർജ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഫൂട്ടേജ് ആ രീതിയിലല്ല. ഈ സിനിമ നല്ല ക്രിസ്പായിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇത് 2 മണിക്കൂർ 40 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ഡ്യൂറേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. കാരണം കുറച്ചുകൂടെയൊക്കെ ഒന്ന് ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ വെക്കാമായിരുന്നു. നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിൽ ബോറടിക്കുന്നുണ്ട്. ഈ ബോറടിക്കുന്നത് നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് സസ്റ്റെയിൻ ആയിട്ട് നിൽക്കില്ല ഇങ്ങനെ ഒരുപാട് സീക്വൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ എടുത്തു പറയാനുള്ള അജീഷ് ആൻ്റോടെ BGM ആണ്. BGM അതിൻ്റെ ഫൺ മൂഡാണെന്നുണ്ടെങ്കിലും ഇമോഷണൽ മൂഡാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കായിരുന്നു. പിന്നെയുള്ളത് MR രാജാകൃഷ്ണന്റെ ഓഡിയോഗ്രാഫി. ഈ സിനിമയിൽ ഈ സിനിമാക്കാരടിക്കുന്ന പടം ഒരു ഹൊറർ പടമാണ്. ആ ഹൊറർ പടത്തിൽ ഒരു ഗ്ലാസ് താഴത്തേക്ക് വീണാൽ ഈ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അറ്റ്മോസിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്ന പുള്ളി MR രാജകൃഷ്ണൻ എന്നുള്ള പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിലെ ഏറ്റവും വലിയ ആളാണ് അദ്ദേഹം. കാരണം ഈ ഫീൽഡിലെ ഗോട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വർക്ക് ആയതുകൊണ്ട് അത് എടുത്തറിയാനുണ്ട്. ഓഡിയോഗ്രാഫി ഈസ് സൂപ്പർ. പിന്നെ എഗ് വൈറ്റ് ആണ് ഇതിന്റെ VFX ചെയ്തിരിക്കുന്നത്. നല്ല കിടിലം വർക്കായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇന്ദ്രൻസ്, ഈ സഹതാപം പിടിച്ചു വാങ്ങുന്ന പോലുള്ള ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കേക്ക് വാക്കാണ്. എന്നാൽ പോലും ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ ഇതിലൊരു കഥകളി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്തേക്ക് ക്യാരക്ടറായിട്ട് മാറുന്ന ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജോമോൻ ജോദർ ഇതുവരെ ചെയ്ത പോയിട്ടുള്ള റോളല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷണലി ഒക്കെ കുറച്ച് സ്ക്രീനിൽ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു റോളാണ്. അത് പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശോഭി തിലകൻ ഉണ്ട് മീശയൊക്കെ പഠിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഗെറ്റപ്പിൽ പുള്ളി ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ബിബിൻ പെരുമ്പള്ളി ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് പുള്ളിയുടെ വക കുറേ പുള്ളിയുടെ ഡയലോഗ് മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ മാനറിസം ഒക്കെ ആണെങ്കിലും കുറച്ച് ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. പിന്നെ ബിൻബിനോ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. പിന്നെ വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ ചെയ്താൽ, പക്ഷെ അവരുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടം ആദ്യത്തെ അരമണിക്കൂറുണ്ടല്ലോ ഈ ജോമോൻ ജോർജിന്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം, അത് നല്ല രീതിയിൽ ബോറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആശാനിലേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഓക്കെയാണ്. പിന്നെ ഇന്റർവെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് ഇമോഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്റർവെല്ല് വരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ നമ്മളാ കണ്ട നമുക്ക് മടുത്ത ആ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒട്ടും എഫക്റ്റീവ് അല്ലാത്തുള്ളൊരു ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ പടം അവസാനിക്കുന്നത്. സോ ഫോർ മീ എനിക്കൊരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആശാൻ എന്നുള്ള സിനിമ. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന, ഷൂട്ടിങ്ങിനിടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളിലൊക്കെ തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റർടൈനിങ് ഉള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുണ്ട്. മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആശാൻ, അതായത് ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം പടം വർക്കായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ബോയ്സ് ഓഫ് മാലഗാവണൊക്കെ പോലെ ഈ സിനിമ പല ആളുകളിൽ പല രീതിയിലായിരിക്കും വർക്കാവുന്നത്. ആ ഒരു കാര്യം എടുത്തു പറയാതെ തന്നെ വേണം. കാരണം ഈ സിനിമ നല്ല രീതിയിൽ വർക്കായ ആളുകളുണ്ടാവും. എനിക്ക് ഇതുപോലുള്ള സിനിമകളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്കിതൊരു ആവറേജ് അനുഭവമാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു കടുവ ആക്രമിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ഒക്കെ പാരൻസ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് അവർക്കൊരു പേടി ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ് ആശാൻ.